കണക്ക് നമുക്ക് ബേസിൽ നിന്ന് പഠിച്ചു തുടങ്ങാം. ഇതിൻ്റെ അഞ്ചാമത്തെ ഡേ, ഈ ഒരു സീരീസിൻ്റെ അഞ്ചാമത്തെ ഡേയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മൾ LCM ആൻഡ് HCFിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചു വെച്ചു. എന്താണ് LCM എന്നും HCFിൻ്റെ ഒരു കമ്പാരിസണൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് മുതലാണ് നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എപ്പോഴും ടോപ്പിക് വൈസ്, അതായത് LCMനകത്ത് വരുന്ന ഓരോ മോഡൽ ടൈപ്പിലായിരിക്കും നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ LCMനകത്തുള്ള എല്ലാ മോഡൽസും പറയുകയും അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ HCF നമ്മൾ ചെയ്യും. അതിനുശേഷം ഈ മോഡൽ വൈസ് പഠിച്ചു പോയിട്ട് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഷഫിൾ ചെയ്തുകൂടെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് LCMൻ്റെ ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്, ഏതൊക്കെ മോഡൽസ് ആണുള്ളതെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകണം. ക്വസ്റ്റ്യൻ ഞാൻ പറയുമ്പോഴേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ചെയ്യാൻ ശ്രമിച്ച് നോക്കണം. കിട്ടുന്നില്ലെങ്കിൽ മാത്രം വീഡിയോ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കുക. അങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്ത് നമുക്ക് സെറ്റായി വരാം. അങ്ങനെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് വളരെ താഴേക്ക് നിൽക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരും നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. നമ്മൾ ഓരോ ടോപ്പിക്ക് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ ഇമ്പ്രൂവ് ആയി വരുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാനായിട്ട് പറ്റും. അത് കുറച്ച് ദിവസങ്ങൾ വെയിറ്റ് ചെയ്യണം. പെട്ടെന്ന് തന്നെ ഒരു സുപ്രഭാതത്തിലാവില്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ്. സോ എപ്പോഴും ഞാൻ ഫസ്റ്റ് ക്ലാസ് ഇങ്ങനെ പറയുന്നത്, നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. അപ്പോൾ നിങ്ങൾ മനസ്സ് മടിക്കാതിരിക്കാനാണ് ഞാൻ ആദ്യമേ ഇത് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഏറ്റവും ബേസ് ലെവൽ ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ മോഡൽ ചോദ്യം, മോഡൽ നമ്പർ 1 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഏറ്റവും ബേസ് ലെവലുള്ള ചോദ്യം. നമുക്ക് സിമ്പിളായിട്ടൊന്ന് പറയാം. നോക്കിയേ, എന്താണ് ചോദ്യം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2, 3, 4 എന്നീ സംഖ്യകളുടെ ലസാഗു എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം 2, 3, 4 എന്ന് പറയുന്ന സംഖ്യയുടെ LCM എന്ത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്ന പരിപാടികൾ പറഞ്ഞായിരുന്നു അല്ലേ. നോർമലി നമ്മൾ എങ്ങനെ ചെയ്യുന്ന, നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് എന്ത് ചെയ്യും? 2 കൊണ്ട് ഹരിക്കും അല്ലേ. കാര്യം 2ലും 4ലും പൊതുവായിട്ട് 2 ഉണ്ട്, 3ലില്ല. പക്ഷേ 2ലും 4ലും നമ്മൾ എന്ത് ചെയ്യും? ഒരു 2 കൊണ്ടത് ഹരിച്ചാൽ മതി. 3 നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. കാര്യം നമ്മൾ 2, 4 മാത്രമേ എടുക്കുന്നുള്ളൂ. സോ 4, 2, 2, 4. ഇനി പൊതുവായിട്ട് സംഖ്യകളൊന്നും ഇല്ല അല്ലേ, നമ്മൾ ഇന്നലെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഓർമ്മയുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടേ നിങ്ങൾ എപ്പോഴും വരുന്നത്. ഇപ്പോഴാണ് ഈ ഒരു സീരീസ്, ഏത് പാർട്ടിൽ വെച്ച് നിങ്ങൾ സീരീസിനെ ഫോളോ ചെയ്താലും നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം മുതൽ കണ്ടുവരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കണ്ടിന്യൂഷനാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നിർത്തുന്നു. ഇനി LCM പറഞ്ഞ LCM എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ചെയ്യാം? 2 × 1 × 3 × 2, 2 × 1 × 3 × 2 ഗുണിച്ച് 6, 2, 12 ആണ് LCM. ഇനി ഇത് എളുപ്പത്തിൽ നമ്മൾ ചെയ്യാൻ പഠിച്ചു. ഒരു ക്വസ്റ്റ്യൻ കിട്ടി, നമ്മൾ ഇത്രയൊക്കെ എഴുതി ചെയ്യണമെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നോക്കിയേ, 2, 3, 4 അല്ലേ. 2, 3, 4 നമ്മൾ എന്താ ചെയ്ത് നോക്കുന്നത്? നമ്മൾ ചെയ്ത് നോക്കുന്നത് ഈ 2 കൊണ്ടും 3 കൊണ്ടും 4നെ ഹരിക്കാൻ പറ്റുമോ നോക്കും. വലിയ സംഖ്യ എടുത്ത് നോക്കും നമ്മളല്ലേ. വലിയ സംഖ്യ എടുത്ത് നോക്കിയിട്ട് ആ വലിയ സംഖ്യയെ ഈ 2 നമ്പർ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കും. നമുക്കറിയാം 4നെ 2 കൊണ്ട് ഹരിക്കാം, പക്ഷേ 3 കൊണ്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 4ന്റെ ഇരട്ടി എടുക്കും. ശരിയല്ലേ? 4നെ 2 കൊണ്ട് ഗുണിക്കും. അപ്പോൾ 8 എന്നല്ലേ കിട്ടുക? 8നെയും 2 കൊണ്ട് പറ്റും, പക്ഷേ 3 കൊണ്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 4നെ 3 കൊണ്ട് ഗുണിക്കും. 12 എന്ന് കിട്ടില്ലേ? 12 ആണെങ്കിൽ നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ പറ്റും, 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ LCM എന്താണ്? 12. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമാണ്. സോ അങ്ങനെ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അപ്പോൾ അതിലുള്ള ആ ടൈപ്പിലുള്ള സിമ്പിൾ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. എന്താണ്? 6, 15, 24. ശരിയല്ലേ? ഇതൊരു പക്ഷേ നമുക്ക് പെട്ടെന്ന് കിട്ടണമെന്നില്ല. ഈ ക്വസ്റ്റിനകത്ത് പെട്ടെന്ന് നമുക്ക് 24 ഹരിക്കാൻ പറ്റില്ല, പെട്ടെന്ന് കിട്ടണമെന്നില്ല. അപ്പോൾ കിട്ടുകയൊക്കെ ചെയ്യും. കുറച്ച് മാത്സൊക്കെ ഒരു ഐഡിയ ഉള്ളവർക്ക് പെട്ടെന്ന് കിട്ടും. ക്വസ്റ്റ്യൻ 24ന്റെ മൾട്ടിപ്പിൾ എടുത്ത് നോക്കാൻ ചിലപ്പോൾ പറ്റും. 48, ദെൻ 24 കൂടെ അടുത്ത 72, അങ്ങനെ പോകാനായിട്ട് പറ്റും ചിലപ്പോൾ പെട്ടെന്ന്. അപ്പോൾ നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് വേണ്ട. നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ തന്നെ ചെയ്തു പോകാം. എങ്ങനെ ചെയ്യുന്ന നമുക്ക് നോക്കാം. 6, 15, 24 ആദ്യമേ തന്നെ അറിയാം 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിശേഷഹരണ പ്രക്രിയ അറിഞ്ഞിരിക്കണം. നിശേഷഹരണം, അത് ഡിവിസിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് അറിയാൻ പാടില്ല, നിങ്ങൾ പറയുക. അതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പിൽ ചെയ്തിട്ടുണ്ട്, നമുക്ക് ആ വീഡിയോ ഒന്ന് തരാം. ഓക്കെ, സോ നോക്കി 6 എത്ര പ്രാവശ്യം പോകും? 2, 3, 6. 15ലോ? 15 5, 3, 15. ഇതിൽ 8, 3, 24. നമ്മൾ നോക്കും 2ലും 5ലും 8ലും പൊതുവായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷേ 2ലും 8ലും ഉണ്ടല്ലേ. ഏത്? 2 ഉണ്ട്. സോ നമുക്ക് 2 കൊണ്ട് ചെയ്യാം. ഒരു 2, 2. ദെൻ 5 നമ്മൾ കൺസിഡർ ചെയ്തില്ല. 4, 2, 8 കഴിഞ്ഞു. ഇനി പൊതുവായിട്ടൊന്നുമില്ല അല്ലേ. 3 എണ്ണത്തിലും ഇല്ല. 2 പെയർ ചെയ്താലും പൊതുവായിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഗുണിക്കാം. 3, 2, 6. 6, 5, 30. 30 × 4 120. ഇതാണ് LCM. ഓക്കെ അല്ലേ? സോ നമുക്കത് സിമ്പിളായിട്ടുള്ള ചോദ്യം, ഏറ്റവും ബേസിക് ലെവലിലുള്ള ചോദ്യമാണ്. സോ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ രണ്ടാമത്തെ മോഡൽ അതിലേക്ക്. അപ്പോൾ ഇത് ഏറ്റവും ബേസ് ആണ്. നമുക്ക് ഒരു മോഡലായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത മോഡലിലേക്ക് വരാം. എന്താണ് ക്വസ്റ്റ്യൻ വായിക്കാം. 6, 8, 15 ഇവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ
6, 8, 15 ഇവ കൊണ്ട് ഹരിക്കാവുന്ന. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞതിലുള്ളതാണ് LCMന്റെ മീനിങ് എന്താണെന്ന് അറിയാമെങ്കിൽ ഇത് പ്രത്യേകിച്ച് പഠിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. 6, 8, 15 ഇവ കൊണ്ട് ഹരിക്കാവുന്ന, കൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞ കാര്യമാണ്, കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ചെറുത് കാണുമ്പോൾ പഠിച്ചു വെക്കരുത്. ചില ക്വസ്റ്റ്യൻസിൽ ചെറുത് കണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. 99% ക്വസ്റ്റ്യൻ പറ്റും, ചില ക്വസ്റ്റ്യൻ പറ്റില്ല. അതുകൊണ്ട് ഓർത്ത് വെച്ചുകൊള്ളുക. ഇവ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ചോദിച്ചാൽ എന്തായിരിക്കും? അത് LCM ആണ്. പിന്നെ എന്തുകൊണ്ട്? ചെറിയ സംഖ്യ എന്നുകൊണ്ട് നമുക്കറിയാം LCM എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞതാണ്, കോളമൊക്കെ വരച്ച് നമ്മൾ പറഞ്ഞതാണ്, കൊണ്ടുവന്നാൽ LCM ആണ്, ചെറിയ വന്നാൽ LCM ആണ് എടുക്കാം. പക്ഷേ ചില ക്വസ്റ്റ്യൻസ് പ്രശ്നമുണ്ട്. അപ്പോൾ നോക്കി, ഇത് LCM ആണ്. ഏതാണ്? 6, 8, 15 അല്ലേ? നേരത്തെ പോലെ പറ്റും? വേണ്ട, നമുക്കല്ലാതെ ചെയ്യാം. നോക്കി, 2, 3, 2, 6, 4, 2, 8 രണ്ടുണ്ടല്ലേ? സോ 15 പോകില്ല, 15 അതുപോലെ എഴുതി. ശരിയല്ലേ? കാര്യം 6, 8, 15 കോമൺ ഇല്ല. 6, 8, 15 കോമൺ ഇല്ലാത്ത നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 6, 8 കോമൺ എടുക്കും. സോ നമ്മൾ ഹരിച്ചു നോക്കി എന്നിട്ട് ഇനി പൊതുവായിട്ടുണ്ടോ നോക്കിയേ. 3, 4 ഇല്ല, 3, 15 ഉണ്ട്. ഏതുണ്ട്? 3 ഉണ്ട്. സോ നമ്മൾ എന്ത് എടുക്കുന്നു? 3 എടുക്കുന്നു. 1, 3, 3, 4 നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. 5, 3, 15 ശരിയല്ലേ? സോ LCM എന്ന് പറയുന്നത് ഗുണിക്കും. 2 × 3 6, 6 × 5 30, 30 × 4 120. ഞാൻ ചെയ്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം, ചിലപ്പോൾ കാൽക്കുലേഷൻ തെറ്റായിരിക്കും. ഓക്കെ, ഇനി ഒരു പോയിന്റോടെ ഞാൻ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാം. ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. 2, 3, 5 ഈ സംഖ്യകളുടെ LCM എന്താണെന്ന് ചോദിക്കുകയാണ്. നമ്മൾ നോക്കുമ്പോൾ 2, 3, 5 പൊതുവായിട്ടൊരു സംഖ്യയില്ല. ശരിയല്ലേ? 2, 3, 5 പൊതുവായൊരു സംഖ്യയില്ല, ഹരിക്കാൻ പറ്റുന്ന സംഖ്യയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അങ്ങനെ പൊതുവായിട്ടൊരു സംഖ്യ ഇല്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ സംഖ്യകൾ തമ്മിൽ അങ്ങ് ഗുണിച്ചാൽ മതിയാകും. അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യകൾ 3 എന്ന് പറയരുത്, തന്നിരിക്കുന്ന സംഖ്യകളിൽ പൊതുവായിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ ഇല്ല എങ്കിൽ, പൊതുവായൊരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളല്ല തന്നിരിക്കുന്നതെങ്കിൽ ആ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നതായിരിക്കും LCM. ഒരു പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ എഴുതി വെക്കുക. 3 × 2 6, 6 × 5 30 ആയിരിക്കും LCM. ഇനി നമ്മൾ ഇതുപോലെ ക്വസ്റ്റ്യൻ പറയാണ്, 5, 6 ഇതിൻ്റെ LCM എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറയാം അത് 30 ആയിരിക്കും. കാര്യം 5 × 6 ആയിരിക്കും. പൊതു ഘടകങ്ങൾ ഇല്ലാത്ത സംഖ്യകളാണ് എങ്കിൽ അവയുടെ LCM എപ്പോഴും അവയുടെ ഗുണനഫലത്തിന് തുല്യമായിരിക്കും എന്ന് ഓർത്തോളുക. പൊതു ഘടകങ്ങൾ ഇല്ലാത്ത സംഖ്യകളാണെങ്കിൽ അവയുടെ LCM എപ്പോഴും അതിൻ്റെ ഗുണനഫലത്തിന് തുല്യമായിരിക്കും എന്ന് ഓർത്തോളുക. ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. സോ നമുക്ക് അതങ്ങനെ ചെയ്യാം. ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇടയിലൂടെയാണ് അത് പറഞ്ഞത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ, പ്രശ്നമില്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ്? ക്വസ്റ്റ്യൻ പറഞ്ഞത് കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന മോഡൽ. നമുക്കാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞു പോകാം, നിങ്ങൾക്ക് ഒരു ഐഡിയ വരാൻ വേണ്ടി. ഒരു മോഡൽ 2 ക്വസ്റ്റ്യൻ വെച്ച് പറഞ്ഞു പോകാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താണ്? 5, 8, 10 എന്നീ സംഖ്യകൾ കൊണ്ട് കൃത്യമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? നിശേഷം ഹരിക്കാവുന്നതിൻ്റെ വേറൊരു പേരാണ് കൃത്യമായി ഹരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്. 5, 8, 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറുത് നമുക്ക് എന്ത് പറയാം? 5, 8, 10 അല്ലേ? LCM എടുക്കുന്നു. 5 കൊണ്ട് ചെയ്യാനാണെങ്കിൽ 1, 8 നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. 2 ഞാൻ സ്പീഡിന് പറഞ്ഞു പോവാണ്, നമുക്ക് അറിയാമല്ല അല്ലേ? സോ നമുക്ക് വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 1 കൺസിഡർ ചെയ്യുന്നില്ല. 4, 2, 8, 1, 2, 2 നോക്കി. 5 കൊണ്ട് 2 10, 10, 4, 40 40 LCM. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അതും ചെയ്യാൻ പറ്റിയില്ലേ? വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് അല്ലേ? സിമ്പിളാണ്, വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ 2 ടൈപ്പ് പഠിച്ചു. 2 നമ്മൾ കാണാതെ പഠിച്ചതല്ല, നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. ശരിയല്ലേ? നമ്മൾ പഠിച്ചു വച്ചിരിക്കുകയാണ് LCM എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ അത് കൊണ്ട് ഹരിക്കാൻ കഴിയുന്നതാണ് നമുക്കറിയാം, അത് വെച്ചാണ് നമ്മൾ ചെയ്തത്. നിങ്ങൾ കാണാതെ പഠിച്ചു വച്ചിരിക്കുകയാണെങ്കിൽ മാറ്റാനും നിൽക്കണ്ട. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ടൈപ്പ് ചോദ്യത്തിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 10, 15, 20 ഇവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏത് എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യനിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. 10, 15, 20 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏത്? ഓപ്ഷൻ ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ ഈ ഓപ്ഷനകത്ത് പ്രത്യേകത, ഇതിനകത്ത് ആകെ എന്താണ് തന്നിരിക്കുന്നത്? ഒരു സംഖ്യ മാത്രമേ 3 അക്കം ഉള്ളൂ. അത് ഒരു ക്വസ്റ്റ്യനകത്തൊരു ഫോൾട്ടാണ്. കാര്യം ആകെ ഒരു 3 അക്ക സംഖ്യ ചോദിച്ചിട്ടുണ്ടോ? ആ 3 അക്ക ആയിരിക്കും ആൻസർ. നമുക്കത് നോക്കണ്ട. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം. നോക്കി, 10, 15, 20 ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ നമുക്ക് നോക്കാം. ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? LCM കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ആദ്യം നമുക്കൊന്ന് കണ്ടുപിടിക്കാം. 3 അക്കം അവിടെ നിൽക്കട്ടെ, 3 അക്കമോ എന്തോ ആയിക്കോട്ടെ, ഏറ്റവും ചെറിയ എന്നുണ്ട് നമുക്കറിയാം LCM ആണ്, കൊണ്ടുണ്ട് LCM ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ LCM ചെയ്യാണ്. ശരിയല്ലേ? പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡിലാണെങ്കിൽ ചുമ്മാ ചെയ്യാൻ പറ്റും. 60 ആയിരിക്കും LCM. ശരിയല്ലേ? നോക്കി, 25 20ന്റെ 10 കൊണ്ട് ഹരിക്കാം, 15 കൊണ്ട് പറ്റില്ല.
20 ഇരട്ടി എടുക്കുന്നു, 2 കൊണ്ട് മൾട്ടിപ്ലൈ 40, 40 10 കൊണ്ട് പറ്റും, 15 കൊണ്ട് പറ്റില്ല, വീണ്ടും 3 കൊണ്ട് വിളിക്കുന്നു 60, 60 കൊണ്ട് 15 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പം ഞാനൊന്ന് ഒറ്റ സ്റ്റെപ്പിലും ചെയ്തു പോവാണ്. LCM എന്താണ് 60 എന്ന് എടുക്കുവാണ് തൽക്കാലത്തേക്ക്. വലിയ ക്വസ്റ്റ്യനാണ് ഞാൻ ചെയ്ത് കാണിക്കാം, അതില്ലെങ്കിൽ നമുക്ക് സിമ്പിൾ അല്ലേ, 60 നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമല്ലോ, ഇന്നലെ പറഞ്ഞ മെത്തേഡിലാണ്. അപ്പോൾ LCM 60 കിട്ടി. അപ്പോൾ നമുക്കറിയാം 60 ആണ് ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. പക്ഷേ 60 ഒരു മൂന്നക്ക സംഖ്യയല്ല. ഇതിനകത്ത് ഓപ്ഷനകത്ത് 60 ഉണ്ട്, പക്ഷേ 60 ഒരു മൂന്നക്ക സംഖ്യയല്ല, 60 രണ്ടക്ക സംഖ്യയാണ്. എങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ കോൺസെപ്റ്റ് എന്നാണ്, കഴിഞ്ഞ ദിവസം പറഞ്ഞ കോൺസെപ്റ്റ് അല്ലേ, ആ കോൺസെപ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു സംഖ്യ, ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ 60 ആയിരിക്കും. ഇനി അങ്ങോട്ടും ഒരുപാട് സംഖ്യകൾ ഉണ്ടായിരിക്കും ഇതുകൊണ്ട് ഹരിക്കാൻ കഴിയുന്ന. ആ സംഖ്യകൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ കിട്ടിയ LCMന്റെ ഗുണിതങ്ങൾ എടുത്തു കൊടുത്താൽ മതി. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ? അപ്പോൾ 60 ആണെങ്കിൽ അടുത്ത സംഖ്യ 120, 180, 240 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇവയെല്ലാം എന്തുകൊണ്ട് ഹരിക്കാൻ പറ്റും? 10 കൊണ്ടും 15 കൊണ്ടും ഇതുകൊണ്ട് ഹരിക്കാൻ പറ്റും. കാരണം ശിഷ്ടം വരില്ല. ഇത് നമ്മൾ പഠിച്ചു വെച്ചതാണ്, നമ്മൾ പ്രൂഫൊക്കെ ചെയ്ത് പഠിച്ചാണ്, ചെയ്ത് കാണിച്ച് പഠിച്ചാണ് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുന്നു, നമുക്ക് വേണ്ട എന്താണ്? ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയല്ലേ? 60 ആണ് ഏറ്റവും ചെറിയ സംഖ്യ, പക്ഷേ മൂന്നക്കമല്ല. അടുത്ത സംഖ്യ 120 ആണ്, മൂന്നക്കമാണ്. മൂന്നക്കം എന്ന് പറയുമ്പോൾ 120 ആണ് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ, ബാക്കിയെല്ലാം വലിയ സംഖ്യകളല്ലേ. സോ ആൻസർ 120 ആയിരിക്കും. ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളുക, ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. കാണാതെ പഠിച്ചതല്ല എന്ന് ഓർത്തോളുക, നമ്മൾ ഇന്നലെ പഠിച്ച കോൺസെപ്റ്റ് ആണ്. ശരിയല്ലേ? സോ സെയിം പാറ്റേണിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താ ക്വസ്റ്റ്യൻ? എന്താണ്? 3, 6, 9 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയാണ് ചോദ്യം. 3, 6, 9 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞതുപോലെ 3, 6, 9ന്റെ എന്ത് കണ്ടുപിടിക്കണം? LCM കണ്ടുപിടിക്കണം. ഒന്ന് പെട്ടെന്ന് പറയാൻ പറ്റുമോ നോക്കിയേ. 3നെ 9നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റിയ 6 കൊണ്ട് പറ്റില്ല. സോ 9ന്റെ ഇരട്ടി എടുക്കും, 18. 18 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. സോ LCM എന്തായിരിക്കും? LCM 18 ആയിരിക്കും. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ ഹരിക്കാവുന്ന മൂന്നക്ക സംഖ്യ എന്നാണ്. ശരിയല്ലേ? അപ്പോൾ 18ന്റെ ഗുണിതങ്ങൾ എടുക്കണം. നോക്കിയേ, 18, 36, ദെൻ അടുത്തത് എന്തായിരിക്കും? 54, ദെൻ അടുത്തത് 72. ശരിയല്ലേ? അടുത്തത് 72 + 18 എന്ന് പറയുന്നത് 90 എന്ന് വരും. ദെൻ അടുത്ത എത്ര കിട്ടും? 108 എന്ന് കിട്ടും. സോ ഓപ്ഷനിൽ 108 ഉണ്ടോ നോക്കിയേ. ഓപ്ഷൻ 108 ഉണ്ട്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 108 ആയിരിക്കും. ശരിയല്ലേ? ഇപ്പോൾ പറഞ്ഞതുപോലെയാണ്, സിമ്പിളാണ്, പ്രശ്നമില്ലല്ലോ. സോ അത് നിങ്ങളൊന്ന് ഓർത്തോളുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് എളുപ്പമുള്ള ചോദ്യമാണ്. ഇനി ഇതേ പാറ്റേണിൽ ചെറുതായിട്ടൊരു മാറ്റം വരുന്ന ചോദ്യം കൂടെ നമുക്ക് നോക്കാം. 2, 3, 6 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗം ഏത് എന്നാണ് ചോദ്യം. ശ്രദ്ധിച്ച് നോക്കിക്കോളുക. 2, 3, 6 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ, കൊണ്ട് ഏറ്റവും ചെറിയ ഉണ്ട്. സോ LCM കണ്ടെത്തണം, ഷുവറാണ്. ശരിയല്ലേ? LCM കണ്ടെത്തിയാലേ പറ്റൂ, കാര്യം കൊണ്ടുണ്ട് ചെറുതുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? 2, 3, 6ന്റെ LCM കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി ആലോചിക്കാം. 2, 3, 6ന്റെ LCM എന്ന് പറഞ്ഞേ. നമ്മൾ നേരത്തെ 2നെ അല്ലെങ്കിൽ 6നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും, 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. സോ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് പറയാം LCM 6 ആണ്. കണ്ടോ? ഇത് പഠിക്കുമ്പോൾ ഗുണം കണ്ടോ? നമ്മൾ പിന്നെ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അത്ര സമയം പോകുന്നില്ല എന്നുള്ളതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? LCM 6 കിട്ടി. ക്ലിയർ അല്ലേ? ഇനി എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് വേണ്ടത് പൂർണ്ണവർഗ സംഖ്യ എന്നുള്ളതാണ്. ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ. എന്താണ് പൂർണ്ണവർഗ സംഖ്യ എന്നറിയില്ലേ? എന്താണ് പൂർണ്ണവർഗ സംഖ്യ? ഒരു സംഖ്യയുടെ വർഗമായിട്ട് എഴുതാൻ കഴിയുന്ന സംഖ്യകളെയാണ് നമ്മൾ പൂർണ്ണവർഗങ്ങൾ എന്ന് പറയുക. അതായത് 1ന്റെ സ്ക്വയർ 1 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്, 3ന്റെ സ്ക്വയർ 9 ആണ്, 4ന്റെ സ്ക്വയർ 16 ആണ്. അപ്പോൾ ഇതിനെയൊക്കെ വിളിക്കുന്ന പേരാണ് പൂർണ്ണവർഗങ്ങൾ. 1, 4, 9, 16, 25, 36, 49 അങ്ങനെ പോകുന്ന സംഖ്യ വിളിക്കുന്ന പേരാണ് പൂർണ്ണവർഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്നാണ്. ഏതുകൊണ്ട്? 2, 3, 6 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന. നമുക്ക് നോക്കാം. അതിന് LCM 6 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 2 കൊണ്ടും 3 കൊണ്ടും 6 കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 6 ആണ്. അല്ലെ? 2, 3, 6 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ 6 ആണ്. ഇനിയും ഇല്ലേ സംഖ്യകൾ? അടുത്ത സംഖ്യ 12 ആയിരിക്കും. നമുക്ക് വേണ്ടത് പൂർണ്ണവർഗ സംഖ്യയല്ലേ? 12 ഒരു പൂർണ്ണവർഗ സംഖ്യ അല്ല, ആണോ? അല്ല. ഒരു സംഖ്യയുടെയും വർഗ്ഗം അല്ല 12. 18 എടുത്താലോ? 18 പൂർണ്ണവർഗമല്ല. ഏതെങ്കിലും നമ്പറിന്റെ സ്ക്വയർ എഴുതാൻ പറ്റുമോ? 18 ഇല്ല. ദെൻ 24 നെക്സ്റ്റ്. കാര്യം 6 വീതം കൂട്ടി പോയാൽ പോരെ. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 24 പൂർണ്ണവർഗമല്ല. 30 പൂർണ്ണവർഗമല്ല. 36 നമ്മൾ 6 വീതം കൂട്ടി പോവാണ്. 36 പൂർണ്ണവർഗമാണ്. കാര്യം 6ന്റെ സ്ക്വയർ ആണ് 36. സോ ആൻസർ 36 ആയിരിക്കും. ഓപ്ഷൻ ഉണ്ടോ നോക്കുക. ഓപ്ഷൻ ഉണ്ട്, സി ആണ് ഓപ്ഷൻ. സോ ആൻസർ 36 എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതായിരുന്നു അതിൻ്റെ അടുത്തൊരു പാറ്റേണിലുള്ള ചോദ്യം എന്ന് പറയുന്നത്. പ്രശ്നം ഇല്ല എന്ന് വിചാരിക്കണോ? ഓക്കെ അല്ലേ? ശരി, നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകും. നമ്മൾ ഇപ്പോൾ 2 മോഡൽ കഴിഞ്ഞു, 3 മോഡൽ കഴിഞ്ഞു. അതിനകത്ത് വീണ്ടും ഒരു മോഡലോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക്
നോക്കാം. അടുത്ത ടൈപ്പിലേക്ക് നമ്മൾ വരാണ്. നെക്സ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എത്ര ടൈപ്പാണ്? 4ാമത്തെ ടൈപ്പാണ് അല്ലേ. നോക്കാം. ഒരു സംഖ്യയെ 12, 15, 20 ഇവയിൽ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം 4 കിട്ടും. എന്നാൽ അങ്ങനെയുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നുള്ളതാണ് ചോദ്യം. സിംപ്ലി നമുക്ക് ഇങ്ങനെ പറയാം. ഒരു സംഖ്യയെ അല്ലെങ്കിൽ 12, 15, 20 ഇവ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 4 കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവ കൊണ്ട് ഹരിച്ചാൽ എന്നാണ് അല്ലേ. ഇവിടെ ആ കൊണ്ടില്ല, പകരം അത് തന്നെയാണ് മീനിങ്. ഒന്ന് ക്വസ്റ്റ്യൻ മാറ്റുകയാണെങ്കിൽ നമുക്ക് പറയാൻ പാടില്ല. എങ്ങനെയാണ്? 12, 15, 20 ഈ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 4 വരുന്ന സംഖ്യ എന്നല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ LCM എന്ന് പറയും. കൊണ്ടും ശിഷ്ടമുള്ള നമുക്ക് എന്ത് ചെയ്യാം? ചെറുതുള്ളവർ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് LCM കണ്ടുപിടിക്കാം. ഏതൊക്കെയാണ്? 12, 15. ഒറ്റ സ്റ്റെപ്പിൽ LCM പറയാൻ പറ്റുമോ? ഇതിന്റെ LCM 60 ആയിരിക്കും അല്ലെ ഒറ്റ സ്റ്റെപ്പിൽ. കാര്യം 20നെ 15 കൊണ്ടും 12 ഹരിക്കാൻ പറ്റില്ല. 20ന്റെ ഇരട്ടി 40, 40നെയും പറ്റില്ല. പക്ഷേ അടുത്ത 3 കൊണ്ട് പണ്ടുള്ള 60, 60നെ 15 കൊണ്ട് ഹരിക്കാനും പറ്റും, 12 കൊണ്ട് ഹരിക്കാനും പറ്റും. സോ LCM 60 അല്ലേ? ആണല്ലോ. ഇനി എന്താ പറയുന്നത്? എങ്കിൽ ഇവ കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 4 വരണം എന്നാണ് പറയുന്നത്. അതായത് 12 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 4 വരണം, 15 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 4 വരണം, 20 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 4 വരണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 60നെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയാ? 0 അല്ലേ. 15 കൊണ്ട് ഹരിക്കുമ്പോഴും ശിഷ്ടം 0, 20 കൊണ്ട് ഹരിക്കുമ്പോഴും ശിഷ്ടം. അതായത് ഈ ഏത് സംഖ്യകൾ കൊണ്ട്, ഒന്നെങ്കിൽ 12, 15, 20 ഏത് കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം എന്തായിരിക്കും വരുന്നത്? ശിഷ്ടം 0 ആയിരിക്കും വരുന്നത്. ശരിയല്ലേ? ഇനി ശിഷ്ടം 4 അല്ലേ വരാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 4 വരണമെങ്കിൽ ഈ സ്ഥാനത്ത് 4 വന്നാൽ പോരെ. കാര്യം ഈ 4 നല്ല നമ്മൾ താഴേക്ക് ഇറക്കി എഴുതുന്നത്. സോ ഇവിടെ 4 വന്നാൽ പോരെ. ഇതാണ് റിയൽ കോൺസെപ്റ്റ്. നിങ്ങൾക്ക് കത്തിയില്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടില്ല. ഞാൻ കോൺസെപ്റ്റാണ് പറഞ്ഞത്. കോൺസെപ്റ്റ് കിട്ടില്ലെങ്കിൽ നിങ്ങൾ അതൊന്നും പഠിക്കണ്ട. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതുപോലത്തെ 4 ടൈപ്പ് ഉണ്ട് കേട്ടോ. 2 ഉസാക്കിയും 2 LCM ഉണ്ട്. LCM ഒരു ടൈപ്പാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, നമുക്ക് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം നമുക്ക്. അപ്പോൾ നിങ്ങൾ നോക്കി 4 നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതാണ് റിയൽ മെത്തേഡ്. സോ ആൻസർ 64 ആയിരിക്കും. ഇതിവിടെ 4 വേണം, 64 ആയിരിക്കും. ഇനി നമുക്ക് അതിൻ്റെ എന്താണ് ട്രിക്ക് എന്നൂടെ പറയാം. ട്രിക്ക് ഒന്നുമില്ല. ഇങ്ങനെ ചോദ്യം ചോദിക്കണം. എങ്ങനെയാണ്? ഇതുപോലെ 12, 15, 20 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 4 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചാൽ നിങ്ങൾ ആദ്യം LCM കണ്ടുപിടിക്കുക. LCM കിട്ടിയില്ലേ? ആ LCMനോടൊപ്പം ശിഷ്ടം അങ്ങ് കൂട്ടുക. കണ്ടോ? LCM പ്ലസ് ശിഷ്ടം. ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. ഇവിടെ LCM എത്രയാ? 60. ശിഷ്ടം എത്രയാ? 4. 60 + 4 64. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾ ഈ ട്രിക്കാണ് പഠിക്കുന്നതെങ്കിൽ ഇത് നമ്മൾ പഠിച്ചോ. എല്ലാത്തിനും നമുക്കിങ്ങനെ ഡയറക്റ്റ് മെത്തേഡ് പഠിക്കാൻ പറ്റില്ല, എല്ലാത്തിനും ട്രിക്കും പഠിക്കാൻ പറ്റില്ല. അങ്ങനെയാണ്. ഓക്കെ, നമുക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകണം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. പാറ്റേൺ പഠിക്കുക, ഈ സാധനം ഓർമ്മിക്കോളുക. ഈ ഒരു പാറ്റേണിനകത്ത് നമ്മൾ ഇതുപോലെ വരുന്ന, ഞാൻ പറഞ്ഞു, ഇതുപോലെ വരുന്ന 3 ടൈപ്പുകളുണ്ട്. ഉസാഹിയൊക്കെ 2 എണ്ണം. ഇനി നമ്മൾ അടുത്ത മോഡൽ പറയാൻ പോകുന്നതും ഇതേ ടൈപ്പാണ്. ഒരുപോലെ തോന്നും, തെറ്റിപ്പോകരുത്. അപ്പോൾ ഇതിനുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ്? ഇത്രയേ ഉള്ളൂ. 16, 20, 24, 30 എന്നിവ കൊണ്ട് ഹരിച്ചാൽ 3 ശിഷ്ടം കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നാണ്. 16, 20, 24 നോക്കി. 16, 20, 24, 30 വലിയ ക്വസ്റ്റ്യൻ ആണല്ലേ. 4 ഉണ്ടല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? കണക്ക് ചെയ്ത് നോക്കാം. 4, 4, 4, 16, 5, 4, 20, 6, 4, 24, 30 പോവില്ല. ശരിയല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ചെയ്ത് നോക്കാം. 2, 2, 2, 4, 5ന് അതുപോലെ എഴുതി, 3, 2, 6, 15. നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് ചെയ്ത് നോക്കാം. 2 അതുപോലെ എഴുതി, 1, 5, 5, 3 അതുപോലെ എഴുതി, 3, 5, 15. ശരിയല്ലേ? സ്പീഡിന് ചെയ്ത് പോവാണ്. ഇത് നമുക്ക് 3 കൊണ്ട് ചെയ്യാം. 2 അതുപോലെ എഴുതി, 1 അതുപോലെ എഴുതി, 1, 1. ശരിയല്ലേ? ഗുണിച്ച് നോക്കാം. 4, 2, 8, 8, 5, 5, 40, 40 × 3 120, 102, 240. സോ LCM എത്ര കിട്ടി? LCM 240 എന്ന് കിട്ടി. എങ്കിൽ ശിഷ്ടം എത്ര ആയിട്ടാണ്? ശിഷ്ടം 3 കിട്ടണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ LCM പ്ലസ് ശിഷ്ടം 243. ഈ മെത്തേഡ് നീ മറന്നു പോകരുത്. നമ്മൾ പഠിച്ചു വയ്ക്കുന്നു. ശിഷ്ടം പ്ലസ് എന്താണ്? LCM പ്ലസ് ശിഷ്ടം പഠിച്ചു വയ്ക്കുകയാണ്. ഒരു ശിഷ്ടമാണ് വരുന്നതെങ്കിൽ. ഓക്കെ അല്ലേ? നമുക്കിനി അടുത്ത മോഡൽ നോക്കാമല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത മോഡൽ നോക്കാം. നെക്സ്റ്റ് ടൈപ്പ് ഇങ്ങനെയാണ്. 12, 18, 27 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ യഥാക്രമം 8, 14, 23 എന്നീ ശിഷ്ടങ്ങൾ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? നേരത്തെ ശിഷ്ടം ഒരു നമ്പർ വരുന്നതാണ് പറഞ്ഞിരുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇതിൻ്റെ മീനിങ് നമുക്ക് നോക്കാം. 12, 18, 27 ഇപ്പോൾ ഒരു സംഖ്യ ഉണ്ടെന്ന് വിചാരിക്കും. ഒരു സംഖ്യ, ആ സംഖ്യ ഞാൻ 12 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 8 കിട്ടും.
അതുപോലെ 18 കൊണ്ട് ആ സംഖ്യ ഞാൻ ഹരിച്ചാൽ ശിഷ്ടം 14 ആയിരിക്കും കിട്ടുന്നത്. 27 കൊണ്ട് ഞാൻ സംഖ്യ ഹരിച്ചാൽ എനിക്ക് കിട്ടുന്ന ശിഷ്ടം 23 ആയിരിക്കും. അപ്പോൾ ഓരോ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോഴും ശിഷ്ടം വ്യത്യസ്തങ്ങളായിരിക്കും. നേരത്തെ ഒരേ ശിഷ്ടമാണ് കിട്ടിയിരുന്നത്, ഇവിടെ ശിഷ്ടങ്ങൾ വ്യത്യസ്തമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരേ മോഡൽ ഇവിടെ രണ്ടാമത്തെ ടൈപ്പാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു ശിഷ്ടം, ഇത് വ്യത്യസ്തമായ ശിഷ്ടം ഓരോ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ. നോക്കാം നമുക്ക് എന്താണ് 12, 18, 27. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. കൊണ്ട് ഹരിക്കുമ്പോൾ ചെറുത് 2 വേർഡും ഉണ്ടല്ലോ. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ LCM കണ്ടുപിടിക്കും. നമുക്ക് നോക്കാം LCM 2, 6, 2, 12, 9, 2, 18, 27 നമ്മൾ നോക്കണ്ട, കാര്യം 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. നമുക്കടുത്ത 3 കൊണ്ട് ചെയ്യാം. 2, 3, 6, 3, 3, 9, 9, 3, 27. അപ്പോൾ ചിലർക്ക് സംശയം എങ്ങനെ പെട്ടെന്ന് അറിയുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. നിശേഷഹരണം നമ്മൾ അറിയണം. നമ്മുടെ വീഡിയോയ്ക്കകത്ത് നിശേഷഹരണം ഡിവിസിബിലിറ്റി എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അതില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ലിങ്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ അല്ലേ? സോ 2, 3, 9 എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി വീണ്ടും ചെയ്യാൻ പറ്റും 3 കൊണ്ട്. 2 അതുപോലെ തന്നെ വയ്ക്കുന്നു. 1, 3, 3, 3, 3, 9. ഇനി പറ്റില്ല. സോ നമുക്ക് LCM ഒന്ന് പറയാം. LCM എന്ന് പറഞ്ഞേ 3, 2, 6, 6 × 3 എന്ന് പറയുന്നത് 18, 18 × 2 36, 36 × 3 108 LCM. ഓക്കെ അല്ലേ? നേരത്തെ ആയിരുന്നു എന്ത് ചെയ്യുന്നു, ആ കിട്ടിയ ശിഷ്ടം ഇതിൻ്റെ കൂടെ അങ്ങ് കൂട്ടുമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് ഓരോന്നിനും, അതായത് 12 എടുക്കുമ്പോൾ നോക്കിയേ, 12 എടുക്കുമ്പോൾ നമുക്ക് ശിഷ്ടം എത്രയാ? ശിഷ്ടം 8 കിട്ടേണ്ടത്. 14 എടുക്കുമ്പോൾ ശിഷ്ടം എത്രയാണ് കിട്ടേണ്ടത്? 18 എടുക്കുമ്പോൾ ശിഷ്ടം എത്രയാ? അത് 14 ശരിയല്ലേ? ദെൻ 27 എടുക്കുമ്പോൾ ശിഷ്ടം എത്രയാ? അത് 23 കണ്ടോ? ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ശിഷ്ടങ്ങളുണ്ട് അല്ലേ? നിങ്ങൾ ചെയ്യേണ്ടത് ഇത് തമ്മിൽ അങ്ങ് മൈനസ് ചെയ്യാം. 27 23 കുറച്ച് നോക്കിയേ, 4. 18 - 14 അതും 4. 12 - 8 അതും 4. ഇങ്ങനെ സ്ഥിരമായിട്ടുള്ള ഒരേ വ്യത്യാസം വരുന്നത് മാത്രമേ ചോദിക്കുള്ളൂ നമുക്ക്. അത് നിങ്ങൾ പഠിച്ചോളാം. ഈ വ്യത്യാസം എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ആ വ്യത്യാസം കണ്ടുപിടിച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അത് LCM ൽ നിന്ന് കുറയ്ക്കുക. സോ 104 എന്ന് കിട്ടും. നേരത്തെ നമ്മൾ കൂട്ടി, ഇവിടെ നമ്മൾ കുറച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ പരിപാടി? വ്യത്യസ്തങ്ങളായിട്ടുള്ള ശിഷ്ടങ്ങളാണ് വരുന്നതെങ്കിൽ LCM ൽ നിന്നും ആ വ്യത്യാസം കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ LCM മൈനസ് വ്യത്യാസം എന്നാണ്. LCM മൈനസ് വ്യത്യാസം, അതാണ് സംഭവം. നോക്കിയേ, LCM മൈനസ് ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം. നേരത്തെ LCM പ്ലസ് ശിഷ്ടം എന്നായിരുന്നു. ഇവിടെ ശിഷ്ടമല്ല, ഇത് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന സാധനമാണ് കേട്ടോ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഓർത്ത് വെച്ചോളുക. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? അവിടെ കൂട്ടി, ഇവിടെ കുറച്ചു. നമുക്ക് ഇതിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. സെയിം ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. നോക്കിയേ, 5, 8, 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ യഥാക്രമം 2, 5, 7 എന്നീ ശിഷ്ടങ്ങൾ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നുള്ളതാണ്. നോക്കാം. 5, 8, 10 ശരിയല്ലേ? LCM പെട്ടെന്ന് പറയാൻ നോക്കി. 20 പറ്റുമോ? ഇല്ല. 30 പറ്റുമോ? 40 പറ്റും. LCM 40 അല്ലേ? കാര്യം 5 കൊണ്ട് ഹരിക്കാൻ പറ്റും, 8 കൊണ്ട് ഹരിക്കാൻ പറ്റും. സോ നമുക്ക് എന്ത് പറയാം? LCM 40 അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നോക്കും സംഖ്യകൾ ഏതൊക്കെയാണ്. 5, 8, 10 നമുക്ക് എഴുതാം. 5, 8, 10 ഡിഫറൻസ് എല്ലാം കണ്ടുപിടിക്കേണ്ട, ഒന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. എല്ലാം സെയിം തന്നെ ആയിരിക്കും. 5 - 2 3, 3, 3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? -3. അതായത് ആൻസർ 37. ഓപ്ഷൻ 37 ഉണ്ടോ നോക്കിയേ. ഓപ്ഷൻ 37 ഉണ്ട്. സോ ആൻസർ 37. അപ്പോൾ ആ മോഡൽ പഠിച്ചല്ലോ. അപ്പോൾ ഇത്രയും മോഡൽ നമ്മൾ പഠിച്ച് കഴിഞ്ഞില്ല, ഇനിയുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രശ്നമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പഠിക്കാം. അടുത്ത മോഡൽ ഏതാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് മോഡൽ ഇങ്ങനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 5നും 35നും ഇടയ്ക്ക് 2 കൊണ്ടും 3 കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ 5നും 35നും ഇടയ്ക്ക്, അപ്പോൾ 5 മുതൽ 35 വരെയുള്ള സംഖ്യകൾക്കിടയ്ക്ക് 2 കൊണ്ടും പറ്റണം, 3 കൊണ്ടും പറ്റണം. അപ്പം നമ്മൾ ഇതാണ് നമ്മൾ പഠിച്ച LCM എന്നുള്ള കോൺസെപ്റ്റ്. നിങ്ങൾ വെറുതെ കാണാതെ പഠിക്കാൻ നിൽക്കരുത്. കുറേയൊക്കെ ലോജിക്കലി നമ്മൾ ചിന്തിച്ച് നോക്കുക. 2 കൊണ്ടും 3 കൊണ്ടും, 2 കൊണ്ട് ഹരിക്കാൻ പറ്റണം, 3 കൊണ്ട് അതല്ല എൻ്റെ LCM എന്ന് പറയുന്നത്. ശരിയല്ലേ? 2ൻ്റെ 3ൻ്റെ LCMൻ്റെ മീനിങ് എന്താണ്? 2 കൊണ്ട് ഹരിക്കാൻ, 2ൻ്റെ 3ൻ്റെ LCM നമുക്ക് അറിയാം. അപ്പം 6 ശരിയല്ലേ? വെറുതെ LCM കണ്ടുപിടിക്കുകയാണേ. നോക്കി, LCM എന്ന് പറയുന്നത് നമുക്കറിയാം പൊതു ഘടകങ്ങളില്ല. 2ന് 3 പൊതു ഘടകം ഉണ്ടോ? ഇല്ല. അപ്പോൾ 2 × 3 6 LCM. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? ഈ 6ൻ്റെ പ്രത്യേകത എന്താണ്? അതിന് 2 കൊണ്ട് ഹരിക്കാൻ പറ്റും, 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അങ്ങനെയുള്ള സംഖ്യകളല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ LCM അവിടെ കണ്ടുപിടിക്കണ്ടേ? 2 കൊണ്ടും 3 കൊണ്ടും. അപ്പോൾ LCM കണ്ടുപിടിക്കണം. നമ്മൾ LCM കണ്ടുപിടിച്ചു. നമ്മൾ LCM എന്താണ്? LCM 6. ഇനി എന്താണ് ചോദ്യം? ഇങ്ങനെയുള്ള അങ്ങനെ ഹരിക്കാൻ പറ്റുന്ന എത്ര സംഖ്യകൾ 5നും 35നും ഇടയ്ക്ക് ഉണ്ട് എന്നാണ് ചോദ്യം. ശരിയല്ലേ? 6 ആയിരിക്കും അങ്ങനെ 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ശരിയല്ലേ? ഓക്കെ ആണല്ലോ. അടുത്ത ഏതായിരിക്കും? അത് 12 ആയിരിക്കും. നമ്മൾ പഠിച്ചു. കാണാപ്പാടമല്ല, നമുക്ക് ഓർമ്മയുണ്ടത്.
ഇനി അടുത്തെന്താ 18 ആയിരിക്കും, 6 കൂട്ടിപ്പോയാൽ പോരെ 24 ആയിരിക്കും, അടുത്ത 30 ആയിരിക്കും, അടുത്തത് 36 ആയിരിക്കും. പക്ഷെ എടുക്കാൻ പറ്റില്ല, നമുക്ക് എവിടം വരെ ഉള്ളൂ 35 റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ് നമ്മളെ. സോ അതുവരെ പറ്റുമ്പോൾ എത്ര ഉണ്ട്, 3 2 5 സംഖ്യകളുണ്ട്. ഓപ്ഷൻ 5 ഉണ്ടെന്ന് നോക്കി, ഓപ്ഷൻ 5 ഉണ്ട്. സോ അതുകൊണ്ട് 5 ആയിരിക്കും സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായില്ല, ഇതൊന്നും കാണാപ്പാഠം പഠിക്കണം, നമ്മൾ പഠിച്ച ലോജിക്കാണ്. ഈ ചില ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ കാണാതെ പഠിച്ച് വെക്കുന്നുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എഴുതി വെച്ച് നിങ്ങൾ വെറുതെ എഴുതി കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുമ്പോഴെങ്കിലും ഇതൊന്ന് തിരിഞ്ഞു പോകാതെ ഒന്ന് ഓർത്തോളാം. എല്ലാം വെറുതെ ഇരിക്കുമ്പോൾ ഓർത്ത് നോക്കിയോ, അതായത് നിങ്ങൾ ജോലി ചെയ്യുമ്പോഴോ നിങ്ങൾ മറ്റെവിടെയെങ്കിലും പോകുമ്പോഴോ ഒക്കെ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴും നിങ്ങൾ ഓർമ്മിക്കേണ്ട, അല്ലാത്ത കാര്യ സമയത്തൊക്കെ നിങ്ങൾ വെറുതെ ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അയ്യോ മറന്നുപോയല്ലോ, സിസ്റ്റം ഒരു സിസ്റ്റം മാത്രം വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്, മറന്നു വെറുതെ ഒന്നുകിൽ അപ്പോൾ നിങ്ങൾ തിരക്കാണെങ്കിൽ പിന്നെ ഒന്ന് ബുക്ക് എടുത്ത് നോക്കാം, പറ്റുമെങ്കിൽ അപ്പം തന്നെ നോക്കാം, ബുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് പിടി കിട്ടും എന്താണ് ഇങ്ങനെയാണ്. പിന്നെ നിങ്ങളിത് മറക്കില്ല. അങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ല ഇതിവിടെ മടക്കി വെച്ച് നിങ്ങൾ പോകരുത് കേട്ടോ. ഓക്കെ, സോ നമ്മൾ അത് പറഞ്ഞു. ഇനി നമുക്ക് വേറെ ഒന്ന് നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ, 32-ന് താഴെ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 32-ന് താഴെ 2 കൊണ്ടും 3 കൊണ്ടും ഒരേ സമയം നിശേഷം ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ട് എന്നാണ് ചോദ്യം. 32-ന് താഴെ 2 കൊണ്ടും 3 കൊണ്ടും സെയിം അല്ലേ, സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ വേണ്ട 32-ന് താഴെ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, 32-ന് താഴെ 2 കൊണ്ടും 3 കൊണ്ടും 2 കൊണ്ടും 3 LCM എത്രയായിരിക്കും, 6 തന്നെ ആയിരിക്കും. 6. സോ ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ് 6 പറ്റും 12 പറ്റും, സെയിം ആൻസർ ആയിരിക്കും. സോ 5 തന്നെ ആയിരിക്കും ആൻസർ. കോൺസെപ്റ്റ് നിങ്ങൾക്ക് പിടി കിട്ടിയില്ലേ? സോ ഇതാണ് ആ കോൺസെപ്റ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ LCMൻ്റെ ക്വസ്റ്റ്യൻസ് തീർന്നില്ലട്ടോ, ഇനിയും ഉണ്ട് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത ടൈപ്പാണ് പറയുന്നത്, നെക്സ്റ്റ് മോഡൽ. ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് കണ്ട് പരിചയമുള്ള ഒരു ചോദ്യമായിരിക്കും ഇത്. നമുക്ക് നോക്കാം. 12, 15, 18 സെക്കൻഡ് ഇടവേളകളിൽ ശബ്ദിക്കുന്ന വ്യത്യസ്തങ്ങളായ 3 അലാറം ക്ലോക്കുകൾ 8:35 AM ഒരുമിച്ച് ശബ്ദിച്ചാൽ തൊട്ടടുത്ത് അവ ഒരുമിച്ച് ശബ്ദിക്കുന്ന സമയം ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് LCM ആണ് എന്ന് കാണാതെ പഠിച്ച് വയ്ക്കുന്നവരുണ്ട്. ഓക്കെ, നിങ്ങൾ അങ്ങനെ പഠിച്ചോളൂ. ഇതുപോലൊരു ചോദ്യം HCFലും ഉണ്ട്. ഇത് മാറിപ്പോയിരുന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് നമുക്കൊന്ന് പറയാം. എന്താണ് 12, 15, 18 സെക്കൻഡ് ഇടവേളകളിൽ ശബ്ദിക്കുന്ന 3 അലാറം ക്ലോക്കുകൾ ഇടവേളകൾ ശബ്ദിക്കുന്ന. അപ്പോൾ ഇത് എന്തുകൊണ്ട് LCM ആയെന്ന് ഞാനൊന്ന് പറയാം. തൽക്കാലം ആ 12, 15, 18 വിട്ടേക്കാം. ഞാൻ പറയാണ് 2, 3 സെക്കൻഡ് ഇടവേളകളിൽ ശബ്ദിക്കുന്ന 2 അലാറം ക്ലോക്ക് ഉണ്ടെന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. നമുക്ക് കോൺസെപ്റ്റ് അറിയാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇത് വേണ്ടത് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എന്ത് ചെയ്താൽ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് വിട്ടിട്ട് നെക്സ്റ്റ് സ്ക്രോൾ ചെയ്ത് വിട്ടിട്ട് നിങ്ങൾ ആൻസർ മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഞാൻ വെറുതെ ആ കോൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു തരാണ് നിങ്ങൾക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് ഈ ക്വസ്റ്റ്യൻ മറന്നിട്ട് 2 സെക്കൻഡ് 3 സെക്കൻഡ് ഇടവേളകളിൽ ശബ്ദിക്കുന്ന 2 അലാറം ക്ലോക്കുകളുണ്ടെന്ന് വിചാരിക്കാം. ശരിയല്ലേ? അപ്പോൾ അവ ഒരുമിച്ച് ശബ്ദിക്കുന്ന സമയങ്ങൾ ഏതെന്ന് കണ്ടെത്തണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു വിചാരിക്കുക. അപ്പോൾ ഒന്നാമത്തെ ഇത് ഫസ്റ്റ് ക്ലോക്കാണ് കേട്ടോ. ഫസ്റ്റ് ക്ലോക്ക്, സെക്കൻഡ് ക്ലോക്ക്. ഫസ്റ്റ് ക്ലോക്ക് എപ്പോഴായിരിക്കും ശബ്ദിക്കുന്നത്? 2 സെക്കൻഡ് ആകുമ്പോൾ ശബ്ദിക്കും അല്ലേ. ദെൻ പിന്നെ ശബ്ദിക്കുന്നത് 4 സെക്കൻഡ് ആകുമ്പോഴായിരിക്കും അല്ലേ. പിന്നെ ശബ്ദിക്കുന്നത് 6 സെക്കൻഡിലല്ലേ. പിന്നെ 8 സെക്കൻഡ് ആകുമ്പോൾ ശബ്ദിക്കും. 10 സെക്കൻഡ് ആകുമ്പോൾ ശബ്ദിക്കും. അത് 12 സെക്കൻഡ് ആകുമ്പോൾ ശബ്ദിക്കും. ഇങ്ങനെയായിരിക്കും അത് പോകുന്നത്. കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സെക്കൻഡ് ഇടവേളകളിലാണ് അത് ശബ്ദിക്കുന്നത്. 2 സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും ശബ്ദിക്കും, വീണ്ടും 2 സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും ശബ്ദിക്കും, 2 സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും ശബ്ദിക്കും. നമ്മൾ ഈ ക്ലോക്കുകളിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ ശബ്ദിക്കുന്നത് പോലെ 2 സെക്കൻഡ് ആകുമ്പോൾ ശബ്ദിക്കുമെന്ന് വിചാരിച്ചോളുക. ദെൻ അടുത്ത ക്ലോക്കിൻ്റെ പ്രത്യേകത എന്താണ്? അത് 3 സെക്കൻഡ് ആകുമ്പോഴാണ് ശബ്ദിക്കുന്നത്. 3 സെക്കൻഡ്, 6 സെക്കൻഡ്, 9 സെക്കൻഡ്, 12 സെക്കൻഡ്, ഇങ്ങനെ പോകും. അതല്ലേ, ശരിയല്ലേ? അപ്പോൾ നമ്മളുടെ ചോദ്യം എന്താണ്? ഇത് ഇത്ര സമയത്ത് ഒരുമിച്ച് ശബ്ദിച്ചുവെങ്കിൽ ഇനി അടുത്ത എപ്പോൾ ഒരുമിച്ച് ശബ്ദിക്കും എന്നുള്ളതാണ്. നോക്കിയേ, 2 സെക്കൻഡിൽ ഇവ ഒരുമിച്ച് ശബ്ദിക്കുമോ? ശബ്ദിക്കില്ല. കാര്യം 2 സെക്കൻഡിൽ ഇത് മാത്രമേ ശബ്ദിക്കുന്നുള്ളൂ, ഇത് ശബ്ദിക്കുന്നില്ല. 4 സെക്കൻഡിൽ നോക്കിയേ, ഇത് ശബ്ദിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ 4 സെക്കൻഡ് ശബ്ദിക്കുന്നില്ല. ഇവിടെ നോക്കിയേ, 6 സെക്കൻഡിൽ 2 പേരും ശബ്ദിക്കുന്നുണ്ട്. ശരിയല്ലേ? 2 പേരും ശബ്ദിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കിയേ, ഈ എഴുതി വെച്ചിരിക്കുന്ന സാധനം എന്തുവാ? 2ന്റെ ഗുണിതങ്ങളല്ലേ, ഇത് 3ന്റെ ഗുണിതങ്ങളല്ലേ, ശരിയല്ലേ? ആ 6 എന്ന് പറയുന്ന സംഭവം എന്തുവാ? പൊതു ഗുണിതമല്ലേ. 2നുള്ള കോമൺ ആയിട്ടുള്ള ഗുണിതം. ഫസ്റ്റ് ദിവസം നമ്മൾ LCMൽ പറഞ്ഞ കഥ, ശരിയല്ലേ? അടുത്ത 8 സെക്കൻഡിൽ ഇത് ശബ്ദിക്കുമോ? ഇല്ല. 10ൽ ശബ്ദിക്കുമോ? 12ൽ വീണ്ടും ശബ്ദിക്കും. കണ്ടോ, ഒരുപോലെയാണ് കേട്ടോ. ശരിയല്ലേ? അപ്പോൾ ഈ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 6 എന്ന് പറഞ്ഞാൽ 2, ഈ എഴുതി വെച്ചിരുന്നത് എന്താ? 2ന്റെ ഗുണിതങ്ങൾ, ഇത് 3ന്റെ ഗുണിതങ്ങൾ. 6 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തെ പൊതുഗുണിതം, 12 അടുത്ത പൊതുഗുണിതം. ശരിയല്ലേ? അടുത്ത എത്രയായിരിക്കും നിങ്ങൾക്ക് പറയാം? 18 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഈ സംഖ്യകളുടെ ഒരുമിച്ച് അലാറം അടിക്കുന്നതോ അല്ലെങ്കിൽ ബൾബാണെങ്കിൽ മിന്നുന്നതോ ഒക്കെ എപ്പോഴായിരിക്കും? അതിൻ്റെ LCM കണ്ടുപിടിക്കുമ്പോഴായിരിക്കും. അതിൻ്റെ LCM എന്ന് പറഞ്ഞ സമയത്തിലായിരിക്കും അത് ആദ്യമായിട്ട് ഒരുമിച്ച് എന്ത് ചെയ്യുന്നത്? അത് മിന്നുന്നത് അല്ലെങ്കിൽ അത് ശബ്ദിക്കുന്നത് എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് LCM വെച്ച് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് കാണാതെ പഠിച്ച് വെച്ചിരുന്നാലും മതി, പ്രശ്നമൊന്നുമില്ല.
നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് നമുക്ക് പറയാം, ഇനി നമ്മൾ പഠിക്കുകയാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 12, 15, 18 ഈ സെക്കൻഡ് ഇടവേളകളിൽ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന അലാറം ക്ലോക്ക്, 3 വ്യത്യസ്തമായ അലാറം ക്ലോക്കുകൾ 8:35 ഒരുമിച്ച് ശബ്ദിച്ചു. ഇനി എപ്പോൾ ശബ്ദിക്കും നമുക്ക് നോക്കാം. എത്ര സെക്കൻഡ് അല്ലയോ പറഞ്ഞത്? സെക്കൻഡാണ്. എത്ര സെക്കൻഡിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഒരുമിച്ച് അലാറം ശബ്ദിക്കുന്നത് നമുക്ക് നോക്കാം. എന്ത് ചെയ്താൽ മതി? ഇവ ഒരുമിച്ച് ഒരേപോലെ വരുന്നത് ഇതിൻ്റെ LCMലായിരിക്കും. അതായത് ഈ 3 സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ആദ്യത്തെ സംഖ്യ, 2, 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയിലെ 6. സോ ഈ 3 സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ പിടിച്ചാൽ മതി LCM. കത്തി എന്ന് ഞാൻ വിചാരിക്കാണ് കേട്ടോ കോൺസെപ്റ്റ്. ഞാൻ കോൺസെപ്റ്റ് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആയോ എന്തോ. അപ്പോൾ ഇവിടെ LCM കണ്ടുപിടിക്കാനുള്ള കാരണമാണിത്. കാരണം കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ ക്വസ്റ്റിനും അത് അപ്ലൈ ചെയ്യാം. ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. 2, 6, 15, 9 3 കൊണ്ട് ചെയ്യാം. 3, 2, 3, 6, 5, 3, 15, 3, 3, 9. ഇനിയൊന്നും പറ്റില്ലല്ലോ. സോ LCM എടുക്കാം. 3, 2, 6, 6, 2, 12, 12 × 5 60, 60 × 3 180. അപ്പോൾ 180 സെക്കൻഡാണ് ഇതിൻ്റെ LCM എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഇത് 8:35 ശബ്ദിച്ചുവെങ്കിൽ ഇനി 180 സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും ശബ്ദിക്കും. ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് 11:35 AM 8:38 AM എന്നല്ലേ. നമുക്ക് ഇതിനെ കൂടെ ഈ 180 സെക്കൻഡ് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. 180 സെക്കൻഡ് സിമ്പിളായിട്ട് പറയാൻ പറ്റും. എത്രയാണ് 180 എന്ന് പറയുന്ന സെക്കൻഡ് എന്ന് പറയുന്നത്? 180/60, അതായത് 3 മിനിറ്റ് ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ 8:35 8 മിനിറ്റും 35 മിനിറ്റും കഴിഞ്ഞ് ആദ്യം ശബ്ദിച്ചു എങ്കിൽ അടുത്തത് 8 മിനിറ്റും 38 മിനിറ്റിലായിരിക്കും അത് ഒരുമിച്ച് ശബ്ദിക്കുന്നത് അല്ലേ. അതുകൊണ്ട് 8:38 AM മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. പ്രശ്നമില്ലല്ലോ, നല്ല ചോദ്യമാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യം, സിമ്പിൾ ചോദ്യമാണ്. അപ്പോൾ കോൺസെപ്റ്റ് കിട്ടിയല്ലോ. നമുക്ക് അടുത്ത് നോക്കാം. ഇതേ മോഡൽ നോക്കാം. 6 ബെല്ലുകൾ 2, 4, 6, 8, 10, 12 സെക്കൻഡ് ഇടവേളയിൽ മുഴങ്ങുന്നു എങ്കിൽ 2 മണിക്കൂറിനിടയ്ക്ക് ഇവ എത്ര തവണ ഒരുമിച്ച് മുഴങ്ങും എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ആകെ 2 മണിക്കൂർ നമ്മുടെ കയ്യിലുണ്ട്. ആ 2 മണിക്കൂറിനിടയിൽ ഇത് എത്ര തവണ ഒരുമിച്ച് മുഴങ്ങും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതൊരു കുറച്ച് കൺഫ്യൂസിംഗ് ചോദ്യമാണ്. ഇത് ഓർത്ത് വെച്ചുള്ള തെറ്റിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് കേട്ടോ. നോക്കാം നമുക്ക്. 2, 4, 6, 8, 10, 12 ഈ സെക്കൻഡ് ഇടവേളകളിലാണ്. അപ്പോൾ ഒന്നാമത്തെ ക്ലോക്ക് എന്ത് ചെയ്യുന്നു? 2 സെക്കൻഡ് ഇടവേളയിൽ, അടുത്തത് 4 സെക്കൻഡ് ഇടവേള. എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ? നമുക്ക് LCM കണ്ടുപിടിക്കാം. 2, 1, 2, 3, 4, 5, 6 ശരിയല്ലേ? വീണ്ടും നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 1 അവിടെ വയ്ക്കുന്നു. 1, 3, 2, 5, 3. ഇനി 3 കൊണ്ട് ചെയ്യാം. നോക്കിയേ, 3, 1, 1, 1, 2, 5, 1. ഇനി ചെയ്യേണ്ട 2 കൊണ്ട് 2 4, 4 കൊണ്ട് 3 12, 12 കൊണ്ട് 2 24, 24 അല്ലെങ്കിൽ 12 കൊണ്ട് 5 60, 120 അല്ലേ. സോ സെക്കൻഡ് ആണോ? സെക്കൻഡ് ആണ് അല്ലേ. 120 സെക്കൻഡ്, അതായത് 2 മിനിറ്റ് അല്ലേ. അപ്പോൾ എന്താ ഇത് പറയുന്നത്? ഒരുമിച്ച് മുഴങ്ങുന്നത്, ഇത് എല്ലാം കൂടെ ഒരുമിച്ച് മുഴങ്ങുന്നത് 2 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 6 ബെല്ലുകൾ 2, 4, 6, 8 സെക്കൻഡ് ഇടവേളകളിൽ മുഴങ്ങുന്നു. എന്നാൽ 2 മണിക്കൂറിനിടയ്ക്ക് ഇവ എത്ര തവണ ഒരുമിച്ച് മുഴങ്ങും എന്നാണ്. അപ്പോൾ 2 മിനിറ്റിൽ ഒരു പ്രാവശ്യം മുഴങ്ങും. ശരിയല്ലേ? 2 മിനിറ്റിൽ ഒരു പ്രാവശ്യം മുഴങ്ങും ആണല്ലോ. അപ്പോൾ 2 മണിക്കൂറല്ലേ പറഞ്ഞേക്കുന്നത്? 2 മണി, ഇത് മിനിറ്റിലല്ലേ കിടക്കുന്ന. 2 അവർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണ്? 120 മിനിറ്റാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ അല്ലേ. 2 മിനിറ്റ് എന്ന് പറയുന്നത് 2 അവർ എന്ന് പറയുന്നത് 120 മിനിറ്റ് ആണ്. എന്തിനാണ് നമ്മൾ 120 മിനിറ്റ് എടുത്തത്? നമ്മുടെ ക്ലോക്ക് ഒരുമിച്ച് എപ്പോഴും ക്ലോക്ക് അല്ലയോ പറഞ്ഞേക്കുന്ന, ബെല്ലാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ബെല്ല് ഒരുമിച്ച് മുഴങ്ങുന്നത് എപ്പോഴാണ്? ഓരോ 2 മിനിറ്റ് കഴിയുമ്പോഴും ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ അവറിനെ കൂടെ മിനിറ്റ് ആക്കി. അപ്പോൾ ആകെ നമ്മുടെ കയ്യിൽ 120 മിനിറ്റാണ് ഉള്ളത്. 120 മിനിറ്റ്. ആ 120 മിനിറ്റിന് ഉള്ളിലാണ്, മണിക്കൂറിന് ഇടയ്ക്കാണ് ചോദ്യം. അപ്പോൾ ആ 120ാമത്തെ മിനിറ്റ് വരില്ല കേട്ടോ. അപ്പോൾ 120 മിനിറ്റിൽ എന്ത് ചെയ്യുന്നു? ഓരോ 2 മിനിറ്റിലും മിന്നാണ്. അപ്പോൾ ആകെ എത്ര വരും? 120/2 60 തവണ എന്ന് നമ്മൾ പറയും. ഇതിൽ ചെറിയ പ്രശ്നമുണ്ട്. ശരിയല്ലേ? ഇതിൽ വരുന്ന പ്രശ്നം, ഈ 120/2 ചെയ്യുമ്പോൾ 60 തവണ വരുന്നത് എങ്ങനെയെന്ന് അറിയാവോ? നമ്മളിപ്പോൾ 12 മണി മുതൽ 2 മണി വരെ എടുക്കണമെന്ന് വിചാരിക്കാം അല്ലേ. ഇത് കണക്കാക്കിയിരിക്കുന്നത് 12:02 മുതലാണ്. 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് മുതൽ 2 മിനിറ്റ് 4 12:02 12:04 12:06 12:08 അങ്ങനെയാണ് പോകുന്നത്. അതിൽ 12 മണിക്ക് മുഴങ്ങിയതിനെ കുറിച്ചുള്ള ചോദിക്കുന്നില്ല. ക്വസ്റ്റ്യൻ അത് നമ്മൾ കൃത്യമായി നോക്കിക്കോളാം. ഇത് 30 ഉണ്ട്. ഓക്കെ, ഇതിനിടയ്ക്കാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 60-നൊപ്പം ഈ 12 മുഴങ്ങിയതും കൂടി എടുക്കണം. അതായത് 60 + 1 61 തവണയായിരിക്കും മുഴങ്ങുന്നത്. ശരിയല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ എന്നാൽ 2 മണിക്കൂറിനിടയ്ക്ക് 2 മണിക്കൂറിനെ കൺസിഡർ ചെയ്യേണ്ട. പക്ഷേ തുടക്കത്തിൽ നമ്മൾ ഒരു സമയത്ത് ബെല്ല് ഇറങ്ങി എന്ന് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അവിടെ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ മുതൽ
ഏതുപോലെ 2 മണിക്കൂർ. അപ്പോൾ അതുകൊണ്ട് തെറ്റിക്കരുത്, 60 തവണയല്ല, ആ സ്റ്റാർട്ടിങ്ങിലെ ബെല്ല് റിങ് ചെയ്തത് കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ 61 തവണയായിരിക്കും അവിടെ റിങ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ഓർത്ത് വെച്ചോളുക. ഈ ടൈപ്പിൽ ഞാൻ ഒരെണ്ണം ചെയ്തുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ബാക്കി നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീണ്ടും ചെയ്യും. ഓക്കെ, അപ്പോൾ LCMൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ എന്ന് കരുതിയിട്ട് LCM തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. LCMൻ്റെ ക്വസ്റ്റ്യൻസ് ഇനിയും ഉണ്ട്. നമ്മൾ പറഞ്ഞു ഇനിയും നമ്മൾ എന്താണ് HCF ചെയ്യും. അതിനുശേഷം LCM HCF കൂടെ കമ്പയർ ചെയ്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഒരുപോലെ വരുന്ന ക്വസ്റ്റ്യൻസ് അവിടെ LCM വീണ്ടും ചെയ്യും. പിന്നെ അടുത്ത ടൈപ്പ് എന്താണ്, LCMഉം HCF കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നത്. നേരത്തെ കമ്പയർ ആയിരുന്നു, പിന്നെ ഇനി കമ്പൈൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്, ഒരുപാടുണ്ട്. നമുക്ക് തറവാക്കി തന്നെ പഠിച്ചു പോകണം എന്ന് നമുക്ക് പ്രീവിയസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ പൊതുവേ സീരീസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.